ആ സ്ത്രീയും ആ പുരുഷനും ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയ വർഷങ്ങളോളം മറ്റൊരാളുടെ കൂടെ പോയി ജീവിച്ച അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു വിടുന്നത് എന്താണ്? 10 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ രണ്ടാനച്ഛൻ കുഞ്ഞിനോട് ക്രൂരമായി പെരുമാറി. ഈ ഭാര്യ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ആ യക്ഷിയെന്നോ പിശാചെന്നോ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ശവസംസ്കാര ചടങ്ങിൽ പോലും ആ കുഞ്ഞിനെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ഈ സ്ത്രീ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അച്ഛന്റെ ഭാഗത്തായിരുന്നു ന്യായം എന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും. അപ്പോൾ നീ ചെവിയെ നോക്കിയിരുന്നോ? കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുന്നതും നമ്മളെല്ലാവരെയും വളരെയധികം മനസ്സിന് വേദനിപ്പിച്ചതുമായ ഒരു കാര്യമാണ് നമ്മുടെ കൊമളിയിലുള്ള കണ്ടക്ടറുടെ ആത്മഹത്യ. അത് നമുക്ക് കേൾക്കുമ്പോൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഈ രഞ്ജീഷ് എന്നാണ് ആ കണ്ടക്ടറുടെ പേര്. നിർമാല്യം ബസ്സിൽ നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും തന്നെ നമ്മൾ കാണുന്ന ഒരു നമുക്ക് ആർക്കും പരിചിതനായിട്ടുള്ള ഒരു കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജീഷ് എന്നാണ്. ഈ രഞ്ജീഷ് 8 വർഷം മുമ്പാണ് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അവരുടെ വിവാഹം പ്രേമവിവാഹമായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അവർ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷത്തിന് മുമ്പാണ് ഈ രഞ്ജീഷിൻ്റെ ഭാര്യ ഖത്തറിലേക്ക് ജോലിക്ക് പോകുന്നത്. ഈ ഖത്തറിലേക്ക് ജോലിക്ക് പോയി അതിനുശേഷം അവിടെ ഒരു യുവാവുമായി പ്രണയത്തിലാവുകയും അവിടെ അവരുടെ ലൈഫ് സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹം ഈ വാർത്തയെല്ലാം അറിഞ്ഞ് വളരെയധികം ദുഃഖിതനായിരുന്നു. നമുക്കറിയാം, ഇത്തരം ഒരു വാർത്ത ഒരു ഭർത്താവിൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചായിരിക്കും അദ്ദേഹം കഴിഞ്ഞുകൂടിയെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കുന്നതും വളർത്തുന്നതും പൊന്നുപോലെ താലോടിച്ച് അതിനെ വളർത്തിയത്, സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയത് ഈ രഞ്ജീഷിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിരുന്നു. ഈ സ്ത്രീ, അതായത് ഈ സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്ക് ദേഷ്യം ഈ സ്ത്രീയോട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ആ കമൻറ്റ് ഈ വീഡിയോയ്ക്ക് മുമ്പിലുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയ്ക്ക് മുമ്പിൽ എത്രത്തോളം കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്? ആയിരക്കണക്കിന് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈ സ്ത്രീക്ക് എതിരാണ്. കാരണം നമുക്ക് ന്യായവും അന്യായവും ഉണ്ട്. ഈ പുരുഷന്, അതായത് ഈ രഞ്ജീഷ് ഇത്രയധികം മാനസികമായി വിഷമിച്ച് കുഞ്ഞിനെയും താലോലിച്ച് വളർത്തിയ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ സ്ത്രീ ഈ ഭർത്താവിനെയും കുഞ്ഞിനെയും ഇട്ടിട്ട് പോയ ഈ സ്ത്രീക്കാണോ നീതി കൊടുക്കേണ്ടത്? ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയ ഈ സ്ത്രീയുടെ കാര്യങ്ങളാണോ അവിടെ ന്യായമെന്ന് ഈ കോടതിക്ക് മനസ്സിലായത്? ഈ നമ്മുടെ നിയമസംഹിത തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുവാനും നമ്മുടെ നിയമസംഹിതയ്ക്കും അതിന് ഒരുപാട് പങ്കുവച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഈ രഞ്ജീഷ് എന്ന് പറയുന്ന യുവാവ് ഈ ഭാര്യ നഷ്ടപ്പെട്ടിട്ടും ഭാര്യ മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഈ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുഞ്ഞിന് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മുഖത്ത് നോക്കിയിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം അന്നൊക്കെ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മകന് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതം തുടരുകയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടില്ല എന്ന് വെക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ. പുരുഷന്മാർക്ക് നീതി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അവരുടെ എവിടെയാണോ ന്യായം അവിടെ നിയമസംഹിത നിയമം കൊണ്ടുവരണം. അങ്ങനെയാണ് നിയമം നടപ്പിലാക്കേണ്ടത്. അതായത് ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയ വർഷങ്ങളോളം മറ്റൊരാളുടെ കൂടെ പോയി ജീവിച്ച അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു വിടുന്നത് എന്താണ്? 10 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഈ രണ്ടാനച്ഛൻ കുഞ്ഞിനോട് ക്രൂരമായി പെരുമാറി. എന്നിട്ട് ആ കുഞ്ഞിന് വല്ല സംഭവിച്ചു പോയി എന്ന് കേൾക്കാനാണോ? എത്രത്തോളം സംഭവങ്ങൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വ്യക്തിക്കാണോ, ആ സ്ത്രീക്കാണോ കുഞ്ഞിനെ കൊടുത്തു വിടേണ്ടത്? ഒരിക്കലുമല്ല. 2 ഭാഗവും കേൾക്കാനുള്ള മനസ്സുണ്ടാവണം, 2 ഭാഗവും കേൾക്കാനുള്ള സമയം ഉണ്ടാവണം. നിയമസംഹിത അത്തരത്തിൽ വരേണ്ടതുണ്ട്. അതായത് നമ്മുടെ നിയമത്തിന് ഒരുപാട് അപാകതകളുണ്ട്. ഒരു കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഈ രഞ്ജീഷിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് ശ്രവിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അതായത് നിയമം കേട്ടിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് കുഞ്ഞിനെ കൊടുത്തു വിടേണ്ട കാര്യമില്ല. കാരണം വർഷങ്ങളോളം സ്നേഹിച്ച് 6-7 വർഷം സ്നേഹിച്ച് വളർത്തി കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ ഏതൊരച്ഛനാണ് മാനസികമായി തകരാതിരിക്കുന്നത്? ഇദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ ആത്മഹത്യയുടെ പങ്ക് എത്രത്തോളം ആൾക്കാർക്കുണ്ടെന്നുള്ള വിവരം നമുക്കറിയാം. ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഈ രഞ്ജീഷ്
ഈ കുഞ്ഞിനെയും വളർത്തി ജോലിയും ചെയ്ത് നമുക്കറിയാം എന്താണ് ആ ബസ്സിൽ നിർമ്മാലി എന്ന് പറയുന്ന ബസ്സിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്, കണ്ടക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഈ ജോലി ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹം കുഞ്ഞിനെയും വളർത്തി ജീവിക്കുന്ന അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ സ്ത്രീക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അതായത് ഈ സ്ത്രീയെ കൊണ്ടുപോയ ആളിനും, അതായത് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അറിയത്തില്ലേ ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളാണ്, അല്ല ഭർത്താവും കുഞ്ഞുമുള്ള ഒരാളാണ് എന്ന് ഈ കൊണ്ടുപോയ വ്യക്തിക്ക് അറിയത്തില്ലേ? നിങ്ങൾ ഈ ലൈഫ് സെറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ ആളായി പോയില്ല. നിങ്ങൾക്ക് എന്താണ് ആർക്കും ഇതൊന്നും കഴിയാഞ്ഞിട്ടല്ല, അവനവന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും കുടുംബത്തിൽ വളരെ നന്നായി ജീവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വിവരമില്ലേ? നിങ്ങൾക്ക് വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ബോധമില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടിയത്? ഭാര്യയും കുഞ്ഞുമായിട്ട് വരുന്ന ഒരാള്, ഭാര്യയുള്ള ഒരു ഭർത്താവും മകനും ഉള്ള ഒരു ആളെയാണോ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതെ, അതായത് നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾക്ക് ഇത്രയധികം ബോധമില്ലാത്ത മനുഷ്യർ സമൂഹത്തിലുണ്ടോ? ഇത്തരത്തിലുള്ള ആളുകൾക്ക് കർശനമായ ശിക്ഷ കൊടുക്കണം. ഈ കൊണ്ടുപോയ ആളെ വേണം ആദ്യം ശിക്ഷിക്കാനായിട്ട്. ഈ ഭാര്യ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ആ യക്ഷിയെന്നോ പിശാചെന്നോ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന് മഹത്വമുണ്ട്, വാല്യമുണ്ട്, മൂല്യമുണ്ട്. മനസ്സിലായില്ലേ? അതായത് സ്ത്രീക്ക് എന്താണ് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. അത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ സ്ത്രീ എന്ന് പറയത്തുള്ളൂ. അല്ലാതെ ഇതുപോലെയുള്ള ക്രൂരതകൾ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ നിയമ സംഹിതയ്ക്കും ഈ ആത്മഹത്യക്ക്, ഇതുപോലുള്ള ആത്മഹത്യ നടക്കുമ്പോൾ നമ്മുടെ നിയമത്തിനും അത്തരത്തിലുള്ള ഒരു പങ്ക് വരുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പുരുഷന്റെ വാക്കുകൾ, അവന് പറയാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അവന്റെ കാര്യങ്ങളെല്ലാം ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം വരില്ല. അതായത് കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാത്ത വ്യക്തിക്കാണ്, മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാണ് നിങ്ങൾ കുഞ്ഞിനെ കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് എത്രമാത്രം സേഫ്റ്റി ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? രണ്ടാനച്ഛന്റെ ക്രൂരതയ്ക്കെതിരായിട്ട് ഓരോ സംഭവങ്ങളും ഉണ്ടായി നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ ഓരോ സംഭവങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ധൈര്യമായിട്ട് ആ കുഞ്ഞിനെ കൊടുത്തു വിടും? അതൊരു പ്രസക്തി കൊടുക്കുന്ന കാര്യം തന്നെയാണ്. അച്ഛന് കൊടുക്കാമായിരുന്നു. സ്വന്തം അച്ഛൻ കുഞ്ഞിനെ വളർത്തിയ ആളല്ലേ, അദ്ദേഹത്തിനല്ലായിരുന്നു ആ കുഞ്ഞിനെ കൊടുക്കേണ്ട അർഹത. അപ്പൊ ആ കുഞ്ഞിനെ, അപ്പൊ ഇതിപ്പോ അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇദ്ദേഹത്തിന് ശവസംസ്കാര ചടങ്ങിൽ പോലും ആ കുഞ്ഞിനെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ഈ സ്ത്രീ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ. എത്രത്തോളം ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് ആ പുരുഷനോട്. എങ്ങനെ പിടിച്ചു നിൽക്കും അദ്ദേഹം മാനസികമായി തകർന്നാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ നിയമസംഹിത തന്നെയാണ്. നമ്മുടെ നിയമത്തിന് മാറ്റം വരണം. സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നീതി കിട്ടേണ്ടത് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു മനുഷ്യത്വം ഉള്ള ആൾക്കാരായിരിക്കണം. ശ്രമിക്കാനുള്ള മനസ്സുണ്ടാകണം, സമയമുണ്ടാകണം. സ്വന്തം കാര്യമല്ല നോക്കേണ്ടത്. ഒരു ജോലി തിരക്കിനിടയിലും, എത്ര ജോലി തിരക്കുണ്ടായാലും എവിടെയാണോ ന്യായം, എവിടെയാണോ സത്യം, അവിടെയാണ് നമ്മൾ നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഉറക്കം വിളിച്ച് പഠിച്ച കാര്യത്തിനും, നമ്മൾ ഉദ്യോഗസ്ഥരായപ്പോൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനും നല്ല കാര്യങ്ങളിലേക്ക് ചെയ്യുവാൻ സാധിച്ചു, അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തിനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസം വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിയുമ്പോഴാണ്. അപ്പോൾ മാത്രമേ നമുക്ക് നീതി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ രഞ്ജീഷിന് നീതി കിട്ടേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്ന ഇവരോട് ഇവര് കുഞ്ഞിനെ കൊണ്ടുപോയി, ഈ കുഞ്ഞിന് 10 വർഷം കഴിയുമ്പോൾ ആ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് മനസ്സിലാകും ഇവിടെ അച്ഛന്റെ ഭാഗത്തായിരുന്നു ന്യായം എന്ന കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും. അപ്പോൾ നീ ചെവിയെ നുള്ളിയിരുന്നോ, എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ കേൾക്കുന്ന ജനങ്ങൾ, ഈ സമൂഹം എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ, അത് ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. അപ്പോൾ നിന്റെയൊക്കെ അധപ്പതനത്തിന് കാര്യങ്ങൾ ഉണ്ട്. നിന്റെയൊക്കെ അധപ്പതനം അധികം കാലങ്ങളൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നോക്കി തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഈ അവസരത്തെ എനിക്ക് പറയുവാനുള്ളത്, നഷ്ടപ്പെട്ട രഞ്ജീഷിന്റെ ജീവന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ആവില്ല. പക്ഷെങ്കിൽ രഞ്ജീഷിന് നീതി മേടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മളുടെ നിയമം അത്തരത്തിലൊരു നിയമമാണ് വരേണ്ടത്. സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം കേട്ടാൽ പോരാ, പുരുഷന്മാരുടെ കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അവർ നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു പുരുഷനെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ആ സ്ത്രീയും ആ പുരുഷനും ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രായക്കൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്.
അപ്പോൾ അവര് എത്രത്തോളം അവരുടെ ജീവിത വിജയം ഒന്ന് കാണണം. അവരെ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കച്ച കെട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആൾക്കാർ ഓരോരുത്തരും നോക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളെ. നിങ്ങൾ ചെവിയെന്ന് വിളിക്കൂ, നിങ്ങളുടെ ജീവിതം എത്തരത്തിലായിരിക്കുമെന്നുള്ള വിവരമൊക്കെ ഞങ്ങൾക്കറിയാം. ഓക്കെ, താങ്ക് യു.